ഇടുക്കി മൂന്നാർ പ്രണവ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനെ തുടർന്ന് 50 വർഷങ്ങൾക്ക് ശേഷമുള്ള മഹാകുംഭാഭിഷേകം ഈ മാസം 24-ന് നടക്കും. വിപുലമായ ചടങ്ങുകളോടെയാണ് മഹാകുംഭാഭിഷേകം സംഘടിപ്പിക്കുന്നത്. മഹാകുംഭാഭിഷേകത്തിൽ 5000-ത്തിലധികം ഭക്തർ പങ്കെടുക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മൂന്നാർ പ്രണവ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് മാത്രമല്ല, മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ്. ഇതിന്റെ കുംഭാഭിഷേകമാണ് വരുന്ന 24-ാം തീയതി നടക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു ചരിത്രം? ഇത് നമ്മുടെ ചരിത്രം ഞങ്ങളുടെ മുതുവാന്മാരുടെ അമ്പലമായിരുന്നു. 1800 കാലഘട്ടങ്ങളിൽ മൂന്നാറിൽ ഞങ്ങൾ വസിക്കുകയും അന്നു മുതൽ ഞങ്ങളുടെ തനതായൊരു മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഒരു അമ്പലമായിരുന്നു ഇവിടെ. പിന്നെ അങ്ങനെ തുടർന്ന് വരികയും 24-ലുണ്ടായ വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ സംഭവിച്ചത് കാരണം ഞങ്ങൾ മറ്റു മേഖലയിലേക്ക്, സംസ്ഥാനത്തിന്റെ മറ്റു മേഖലയിലേക്ക് കടന്നു പോവുകയും അമ്പലം പിന്നെ അങ്ങനെ ഇവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുവരികയുമാണ് ചെയ്തത്. 1800-1850 കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ അമ്പലം ഇവിടെ ഉണ്ടായത്. 50 വർഷത്തിന് ശേഷം ഒരു കുംഭാഭിഷേകം നടക്കുകയാണ്. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 22-ാം തീയതി വൈകിട്ട് തന്നെ തന്ത്രി അവർ വരുന്ന എല്ലാ പൂജാരിമാരെ സ്വീകരിച്ച് പൂർണ്ണ കുംഭം കൊടുത്ത് സ്വീകരിക്കുകയും 23-ാം തീയതി രാവിലെ ശുദ്ധികലശ പൂജകളും അതിനുശേഷം ഹോമങ്ങളും അങ്ങനെ ഓരോ കുംഭാഭിഷേകത്തിന് അനുബന്ധിച്ചുള്ള എല്ലാ പൂജകളും 23-ാം തീയതി വൈകിട്ട് ഒരു 7 മണിയോടുകൂടി 9 മണി വരെ കാണുന്നതായിരിക്കും. 24-ാം തീയതിയാണ് ഈ ഏറ്റവും വലിയ പരിപാടിയായിട്ട് നടക്കുന്ന കുംഭാഭിഷേകം. രാവിലെ 7-ക്ക് തുടങ്ങുന്ന കുംഭാഭിഷേകം ഒരു 10 മണിയോടുകൂടി തീരുകയും അതിനുശേഷം കുംഭാഭിഷേകം തീരുമ്പോൾ ഉദ്ദേശിച്ച ഒരു 11-12 മണിയാവുകയും അതിനുശേഷം എല്ലാ വരുന്ന ഭക്തജനങ്ങൾക്കും മുരുകനെ കണ്ടു തൊഴാനുള്ള സൗകര്യങ്ങളും എല്ലാവർക്കും ഇവിടെയുള്ള അന്ന് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നത്തുള്ള അന്നദാനങ്ങൾ കൊടുക്കാനുള്ള എല്ലാവിധ അറേഞ്ച്മെന്റ്സും ക്ഷേത്ര കമ്മിറ്റി നടത്തിയിരിക്കുന്നതുമായിരിക്കും. ഏകദേശം എത്രത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 5000 ആളെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു 5000-ത്തിലൊന്നും നിൽക്കില്ല. അതിന്റെ മുകളിലേക്ക് അതൊന്നും പറയേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മുടെ കയ്യിലൊന്നുമല്ല, അത് തീരുമാനിക്കേണ്ട മുരുകനല്ലേ. എന്തൊക്കെയാണ് അന്നത്തെ ദിവസം നടക്കുന്ന പൂജകൾ? 23-ാം തീയതി അമ്പലത്തിൽ കംപ്ലീറ്റ് ശുദ്ധികലശ പൂജയും നടക്കും. ഓരോ ദേവന്മാർക്കും ശുദ്ധികലശം ചെയ്ത് അവരുടെ ശക്തി കൂട്ടിയുള്ള പൂജ തന്ത്രി നേരിട്ട് ചെയ്യുന്നതാണ്. പൂജകളിലുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം തിരുത്തി അമ്പലത്തിന്റെ വ്യാപ്തി കൂട്ടാനാണ് ആ പൂജ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 24-ാം തീയതി കാലത്ത് ബിംബങ്ങളെല്ലാം നിർമ്മാണം ചെയ്ത് ശ്രീകോയിലിനകത്ത് ബിംബങ്ങളെ പ്രതിഷ്ഠ ചെയ്ത് കുംഭത്തിന് പൂജ ചെയ്ത് അഭിഷേകം ചെയ്ത് പിന്നെ ദേവന്മാർക്കുള്ള അഭിഷേകങ്ങളും ആരാധനകളും നടക്കും. ഏതായാലും ആദിവാസികളാണ് ഇവിടെ ആദ്യം അമ്പലം സ്ഥാപിച്ചത്. എത്രത്തോളം ആളുകൾ ഉന്നതിയിൽ നിന്ന് എത്തുമെന്നാണ് പറയുന്നത്? ഉന്നതിയിൽ നിന്നും നമ്മളിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പോയാലും ഒരു 500 പേരിന്റെ അടുത്ത് തന്നെ നമ്മുടെ കുംഭാഭിഷേകത്തിന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ കുടികളിൽ നിന്നും. ഏതായാലും ഈ ക്ഷേത്രത്തെ അപേക്ഷിച്ച് പറയാനുള്ളത് ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ ഈ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുമെന്നാണ് ഈ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.